ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കേരള സിലബസിന്റെ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവ്, അതിനകത്തെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന പ്രോസിന്റെ പാർട്ട് 3 ആണ് ഇന്ന് നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി, ആക്ടിവിറ്റീസും പിന്നെ പ്രൊജക്ട് വർക്കുമാണ്. മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്നതിന് 3 പാർട്ടാണുള്ളത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണുക. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പാർട്ട് 3. നന്നായി പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോസ് കാണുക, വീണ്ടും വീണ്ടും പുസ്തകം വായിക്കുക. നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലെറ്റ്സ് റീവിസ് ദ സ്റ്റോറിയും ആക്ടിവിറ്റീസും പ്രൊജക്ട് വർക്കിലേക്കും വരിക. ആദ്യം നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്ന ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്നുള്ളതാണ്. അതിനകത്ത് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സിമിലാരിറ്റീസ് ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ അബു ആൻഡ് ദുർഗ? അബുവും ദുർഗയും തമ്മിൽ എന്തൊക്കെ സാമ്യതകളാണ് നിങ്ങൾ കാണുന്നത്? നമ്മൾ ആ സ്റ്റോറി ലേൺ ചെയ്തപ്പോൾ അബുവിനെ എന്ന ക്യാരക്ടറെ കണ്ടു, പിന്നെ ദുർഗ എന്ന ക്യാരക്ടറെ കണ്ടു. അവർ തമ്മിൽ കുറെ സിമിലാരിറ്റീസ് നമ്മൾ ആ ഒരു സ്റ്റോറിക്കകത്ത് കണ്ടു. അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് സിമിലാരിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ എടുത്തെഴുതാം. ഞാനിവിടെ ഒരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ കൂടെ സിമിലാരിറ്റീസ് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ അതോട് ഈ ഒരു ആൻസറിനകത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആൻസർ പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ദുർഗ ആൻഡ് അബു ഹാവ് ലാർജ് ഐസ്. They like eating mango pickle. Both of them are afraid of their mother. They are naughty. These are some of the similarities between Abu and Durga. Durga and Abu have large eyes. ആദ്യമായിട്ട് ദുർഗയ്ക്കും അബുവിനും വലിയ കണ്ണുകളാണുള്ളത്. ഇല്ല, നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടു. They like eating mango pickle. അവർക്ക് എന്ത് തിന്നാൻ ഇഷ്ടമാ? ഈ മാങ്ങ അച്ചാറല്ലേ, മാങ്ങ ഉപ്പിലിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടം രണ്ടുപേർക്കും. അതൊരു സിമിലാരിറ്റിയാണ്. ബോത്ത് ഓഫ് ദം ആർ അഫ്രൈഡ് ഓഫ് ദെയർ മദർ. രണ്ടുപേർക്കും അവരുടെ അമ്മയെ പേടിയാണ്, ഇല്ലേ? അതൊരു സിമിലാരിറ്റിയാണ്. ദേ ആർ നോട്ടി. രണ്ടുപേരും കുസൃതികളാണ്. ദീസ് ആർ സം ഓഫ് ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ അബു ആൻഡ് ദുർഗ. ഇതാണ് അബുവും ദുർഗയും തമ്മിലുള്ള കുറച്ച് സിമിലാരിറ്റീസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ടെൽസ് ദാറ്റ് ദുർഗ ഈസ് പ്രിറ്റി. നമ്മൾ പഠിച്ച ആ സ്റ്റോറിയിൽ ദുർഗ സുന്ദരിയാണെന്ന് കാണിക്കുന്ന സെന്റൻസ് ഉണ്ട്, ഇല്ലേ? ആ സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സെന്റൻസ് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാം. ആ സെന്റൻസ് ഏതാന്ന് ചോദിച്ചാൽ, ഓൺ ഹെർ ഫൈൻലി ഷേപ്ഡ് ഫേസ് ഹെർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. ഈ ഒരു സെന്റൻസ് ആണ് ദുർഗ പ്രിറ്റിയാന്ന് കാണിക്കുന്നത്, ഇല്ലേ? ദിസ് സെന്റൻസ് ടെൽസ് ദാറ്റ് ദുർഗ ഈസ് പ്രിറ്റി. ആ സെന്റൻസ് എഴുതാനാണ്, പിക്ക് ഔട്ട് ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞത്. ഈ സെന്റൻസ് ആണ് നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്. വൈ ഡസ് അബു സേ സോ? മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന സ്റ്റോറിയിൽ നമ്മൾ കണ്ട ഒരു ഡയലോഗാണ് ഇത്. ഇത് അബു ദുർഗയോട് പറയുന്ന ഒരു ഡയലോഗാണ്. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട് എന്ന്. എന്തുകൊണ്ടാണ് അബു അങ്ങനെ പറയുന്നത്? ദുർഗ കൊണ്ടുവന്ന ടെൻഡർ ഗ്രീൻ മാംഗോയുടെ സ്ലൈസസ് അച്ചാറിടാനാണ് ദുർഗയുടെ പ്ലാൻ, ഇല്ലേ? അപ്പം ആ പ്ലാൻ അബുവിനോട് ദുർഗ പറയുന്നു. അപ്പൊ അബുവിനോട് ദുർഗ പറയുകയാണ്, നീ കിച്ചണിൽ പോയി മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് ഓയിലും സോൾട്ടും കൊണ്ടുവരാൻ പറയുകയാണ്. അബുവിന് പോയി എടുത്തോണ്ട് വരാൻ പേടിയുണ്ട്. കാരണം അത് എടുത്തു എന്ന് അറിയുകയോ എടുക്കുന്നത് കാണുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അവനെ അടിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും. അവരുടെ അമ്മ എവിടെ പോയിരിക്കുകയാണ്? അവരുടെ അമ്മ ഘാട്ടില്
തുണി കഴുകുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. ആറിന്റെ കടവില് തുണി കഴുകുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം ഇത് അമ്മ തിരിച്ചു വരുമ്പോൾ ഇത് കാണുകയാണെങ്കിൽ, അപ്പു ഓയിലും സോൾട്ടും ഒക്കെ എടുക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അവനെ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യും. അതുകൊണ്ടാണ് ദുർഗ അല്ലെ ദീദിയോട് അപ്പു പറയുന്നത്, ദീദി വന്നിട്ട് പുറയിലത്തെ ഡോറിന്റെ അവിടെ നിൽക്കുക, എന്നിട്ട് അമ്മ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പറയുന്നത്. ഇല്ലേ? നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ദുർഗ വാസ് പ്ലാനിങ് ടു പിക്കിൾ ദ സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ. She wanted a bit of oil and some salt for it. She asked Abu to fetch these from the kitchen. But Abu was scared to do it because his mother will scold or beat him if she sees him bringing down the oil pot from the shelf. Their mother has gone to the guard for washing the clothes. Therefore, Abu says so. Durga was planning to pickle the slices of tender green mango. ദുർഗയുടെ പ്ലാൻ എന്താണ്? ടെൻഡർ ഗ്രീൻ മാംഗോ, ഉണ്ണി മാങ്ങ അല്ലെ കണ്ണി മാങ്ങയുടെ കഷ്ണങ്ങൾ പിക്കിൾ ചെയ്യാൻ, അച്ചാറിടുക അല്ലെങ്കിൽ ഉപ്പിടുക എന്നുള്ളതാണ് ദുർഗയുടെ പ്ലാൻ. ഷീ വാണ്ടഡ് എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സോൾട്ട് ഫോർ ഇറ്റ്. അതിനുവേണ്ടി കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും വേണം. ഷീ ആസ്ക്ഡ് അബു ടു ഫെച്ച് ദീസ് ഫ്രം ദ കിച്ചൺ. ഇത് കൊണ്ടുവരാനായിട്ട് ദുർഗ അബുവിനോട് പറയുകയാണ്. ബട്ട് അബു വാസ് സ്കേർഡ് ടു ഡു ഇറ്റ്. പക്ഷെ അബുവിന് അത് ചെയ്യാൻ പേടിയുണ്ട്. കാരണം എന്താ? ബിക്കോസ് ഹിസ് മദർ വിൽ സ്കോൾഡ് ഓർ ബീറ്റ് ഹിം. കാരണം അമ്മ അടിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ചെയ്യും. ഇഫ് ഷീ സീസ് ഹിം ബ്രിങ്ങിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്. എണ്ണ വെച്ചിരിക്കുന്ന കുടം ആ ഷെൽഫിൽ നിന്ന് കൊണ്ടുവരുന്നത് അമ്മ കാണുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എടുക്കുന്നത് കാണുകയാണെങ്കിൽ അമ്മ തീർച്ചയായിട്ടും അവനെ അടിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ചെയ്യും. Their mother has gone to the guard for washing the clothes. അവരുടെ അമ്മ എവിടെ പോയിക്കുവാ? തുണി കഴുകുന്നതിന് വേണ്ടി ആറിന്റെ കടയിൽ പോയിരിക്കുകയാണ്. Therefore Abu says so. അതുകൊണ്ടാണ് അബു അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു പ്രോസിലെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന പ്രോസിലെ ആക്ടിവിറ്റീസ് ആണ് പഠിക്കാനുള്ളത്. ഈ ഒരു പ്രോസിൽ 2 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. Who is the speaker? You have read the story Making a Mango Pickle, haven't you? Given below are some dialogues taken from the story. Identify the speaker. Who is the speaker? സ്പീക്കർ ആരാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കുറെ ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. 5 ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഈ ആക്ടിവിറ്റി. യു ഹാവ് റെഡ് ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ. മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഹാവിൻറ്റ് യു? ഇല്ലേ? ഗിവൻ ബിലോ ആർ സം ഡയലോഗ്സ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദ സ്പീക്കർ. സ്പീക്കറിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 ഡയലോഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞിരിക്കുന്ന ആരാണെന്ന്, ആ ഡയലോഗ് അല്ലെങ്കിൽ ഡയലോഗ്സ് പറഞ്ഞിരിക്കുന്ന ആരാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ ഡയലോഗ് നോക്കാം. ഈസ് മാ ബാക്ക് ഫ്രം ദ ഗാർഡൻ. ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്ന ആരാണ്? അമ്മ ഗാർഡനിൽ നിന്ന് ഇതുവരെ തിരിച്ചു വന്നില്ലേ എന്ന് പറയുന്നത് ദുർഗയാണ്. ദുർഗ അബുവിനോടാണ് അത് ചോദിക്കുന്നത്. രണ്ടാമത്തെ ഡയലോഗ് നോക്കാം. ഗിവ് മീ ദ ഷെൽ, ഐ വിൽ പോർ ഇറ്റ് ഇൻ ടു ദ ഷെൽ. ഗിവ് മീ ദ ഷെൽ, ഐ വിൽ പോർ ഇറ്റ് ഇൻ ടു ദ ഷെൽ എന്ന് പറയുന്നത്, ആ ഡയലോഗ് പറയുന്ന അബു ആണ്. അബു ദുർഗയോടാണ് അത് പറയുന്നത്. ആ ചിരട്ട തരൂ, അതിലേക്ക് ഞാൻ എണ്ണ പകർന്നുകൊണ്ട് വരാമെന്ന് അബു ദുർഗയോടാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡയലോഗ് നോക്കാം. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് us a nice chilli? I will give you an extra slice if you do. ദുർഗയാണ് ഈ ഡയലോഗ് പറയുന്നത്. ദുർഗ അബുവിനോടാണ് പറയുന്നത്. ദുർഗ അബുവിനോട് പറയുകയാണ്, നിനക്കാണെങ്കിൽ നൈസ് ചില്ലി കൊണ്ടുവരാമോ? കൊണ്ടുവരാമെങ്കിൽ ഞാൻ നിനക്കൊരു എക്സ്ട്രാ കഷ്ണം കൂടെ തരാം, ടെൻഡർ ഗ്രീൻ മാംഗോയുടെ എക്സ്ട്രാ കഷ്ണം കൂടെ തരാമെന്ന് ദുർഗ അബുവിനോട് ആണ് പറയുന്നത്. നാലാമത്തെ ഡയലോഗ് നോക്കാം. വേർ ഹാസ് ദാറ്റ് മങ്കി ഗോൺ? ആ കുരങ്ങൻ എവിടെ പോയി എന്ന്
സർബോജയ അവരുടെ മദർ ദുർഗയോടാണ് ചോദിക്കുന്നത്, അബു എവിടെ പോയി എന്ന് ചോദിക്കുക. വേർ ഹാസ് ദാറ്റ് മങ്കി ഗോൺ, ആ കുരങ്ങൻ എവിടെ പോയി എന്ന് സർബോജയ ദുർഗയോട് ചോദിക്കുന്ന ഒരു ഡയലോഗാണത്. ഇനി അഞ്ചാമത്തെ ഡയലോഗ് നോക്കാം. മാ, ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദ കുക്കുംബർ, ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത്. ഇത് അബു അമ്മയോട് പറയുന്ന, സർബോജയോട് പറയുന്ന ഒരു ഡയലോഗാണ്. അമ്മേ, ആ വെള്ളരിക്കയുടെ വെളുത്ത ഭാഗം കുറച്ചുകൂടി എടുത്ത് കളയണം, അതെന്റെ വായില് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2, റീഡ് ദ സ്റ്റോറി അഗെയിൻ, റൈറ്റ് ഡൗൺ വിച്ച് ഡയലോഗ് ഫിറ്റ്സ് ദ എക്സ്പ്രഷൻസ് ഗിവൺ. റീഡ് ദ സ്റ്റോറി അഗെയിൻ, മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന സ്റ്റോറി വീണ്ടും വായിക്കുക. റൈറ്റ് ഡൗൺ വിച്ച് ഡയലോഗ് ഫിറ്റ്സ് ദ എക്സ്പ്രഷൻസ് ഗിവൺ. താഴെ കുറച്ച് എക്സ്പ്രഷനും അതിന് അനുയോജ്യമായിട്ടുള്ള, ആ എക്സ്പ്രഷൻ അനുയോജ്യമായിട്ടുള്ള പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എക്സ്പ്രഷൻ വരുന്ന ഡയലോഗ് നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്നും എടുത്തെഴുതണം. ഇങ്ങനെ എക്സ്പ്രഷൻ വരുന്ന ഒത്തിരി ഡയലോഗ്സ് കാണും, പക്ഷെ നിങ്ങൾ ഒരു ഡയലോഗ് എടുത്തെഴുതിയാൽ മതി. മനസ്സിലായോ? 5 വ്യത്യസ്തമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ എക്സ്പ്രഷന് അനുയോജ്യമായിട്ടുള്ള പിക്ചറുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ തൊട്ടടുത്തുള്ള പിക്ചർ നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണ് ആ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അനുയോജ്യമായിട്ടുള്ള, അതിന് ഫിറ്റ് ആവുന്ന ഡയലോഗ് നമ്മൾ എടുത്തെഴുതണം. അതാണ് ഈ ഒരു ആക്ടിവിറ്റി. ഇവിടെ 5 എക്സ്പ്രഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഫിറ്റ് ആയിട്ടുള്ള 5 ഡയലോഗ്സ് നമ്മൾ എഴുതണം. ആദ്യത്തെ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാം. അത് ആൻസൈറ്റി ആണ്, ഉത്കണ്ഠ. ആൻസൈറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആൻസൈറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയുള്ള എക്സ്പ്രഷൻ വരുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ആ സ്റ്റോറിയിൽ നിന്നും കണ്ടുപിടിച്ച് കാണുമല്ലോ. ഞാനിവിടെ ഒരു സാമ്പിൾ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കത് നോക്കാം. വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി. ഇപ്പൊ അബു ആണെന്നുണ്ടെങ്കിൽ വളരെ ആങ്ഷ്യസ് ആയിട്ട് ചേച്ചിയോട് ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം. ആ ടെൻഡർ ഗ്രീൻ മാംഗോയുടെ സ്ലൈസസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വളരെ ആങ്ഷ്യസ് ആയിട്ട് അബു ദീദി അല്ലെ ദുർഗയോട് ചോദിക്കുകയാണ്. അതൊരു ആൻസൈറ്റിയെ കാണിക്കുന്ന ഒരു ആൻസൈറ്റി എക്സ്പ്രഷനെ കാണിക്കുന്ന ഒരു ഡയലോഗാണ്. ഇനി രണ്ടാമത്തെ ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന എക്സ്പ്രഷൻ ആണ്. അത് സന്തോഷം ഇല്ലേ, സന്തോഷത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ അല്ലെ, മുഖഭാവമാണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ സന്തോഷം വന്ന ഒരു ഡയലോഗ്, സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഈ സ്റ്റോറിയിൽ നിന്നും ഏതായിരിക്കും? ഒത്തിരി ഡയലോഗ്സ് കാണും. ഞാനിവിടെ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്, ഒരു സാമ്പിൾ ആൻസർ ആയിട്ട്. നമുക്കൊന്ന് നോക്കാം. As he ate, he smiled a guilty smile at his sister. അബു അവന് കൊടുത്തിട്ടുള്ള ഷെയർ മാംഗോ സ്ലൈസസ് മുഴുവനും ആള് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവന്റെ സിസ്റ്ററിനെ നോക്കി, ദുർഗയെ നോക്കി അവനൊരു കള്ളച്ചിരി ചിരിച്ചു ഇല്ലേ. അപ്പൊ അവന് സന്തോഷമാണ് അവന് വന്ന അവിടെ ഉണ്ടായ എക്സ്പ്രഷൻ. അതാണ് നമ്മൾ അവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. ഇനി ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി അല്ലെ. പേടി വരുന്ന എക്സ്പ്രഷൻ, പേടി എന്ന എക്സ്പ്രഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന മുഖഭാവമാണ് അവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ഫിറ്റ് ആവുന്ന ഡയലോഗ് ഏതാ? ബട്ട് മാ വിൽ ഗീവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്, റിപ്ലൈഡ് അപ്പു സ്കേഡ്. അപ്പു പേടിച്ച് പറയുകയാണ്, മറുപടി പറഞ്ഞു ദുർഗയോട്, ഞാൻ ആ ഓയിൽ പോട്ട് ഷെൽഫിൽ നിന്ന് കൊണ്ടുവരുന്നത് കണ്ടാൽ അമ്മ അടിക്കും ഇല്ലേ. അതൊരു പേടിയെ സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പൊ അതാണ് ഫിയർ എന്ന എക്സ്പ്രഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്. ഇനി നാലാമത്തെ ഏത് എക്സ്പ്രഷനാണ്? ആങ്കർ. ആങ്കർ പറഞ്ഞാൽ ദേഷ്യം അല്ലെ. ദേഷ്യത്തിന്റെ എന്ന എക്സ്പ്രഷന്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു മുഖഭാവം കണ്ടില്ലേ. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ് ആവുന്ന ഒരു ഡയലോഗ്. ആൻഡ് വേർ ഹാഡ് യു ഗോൺ എ വാണ്ടറിംഗ് മേ ഐ നോ ആസ്ക്ഡ് സർബോജയ.
and where has that monkey gone? അപ്പോൾ സർബോജിയ അവരുടെ അമ്മ ദുർഗയോട് ചോദിക്കുകയാണ്, നീ അലഞ്ഞു തിരിഞ്ഞ് എവിടെയായിരുന്നു? എന്തിയെ ആ മങ്കി, കൊരങ്ങൻ എന്തിയെ എന്ന് ദേഷ്യത്തോടുകൂടി സർബോജിയ ദുർഗയോട് ചോദിക്കുന്ന ഒരു ഡയലോഗാണിത്. 5ാമത്തെ ഡയലോഗ് അല്ലെ എക്സ്പ്രഷൻ നോക്കാം. അത് സാഡ്നെസ് ആണ്, സങ്കടം. അതിനുള്ള ഒരു മുഖഭാവമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സങ്കടം വരുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു മുഖഭാവം. അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്, ദേ ആർ റൈറ്റ് അപ്പോൺ ദ ഷെൽഫ്, ഐ കാണ്ട് ഈവൻ റീച്ച് ഇറ്റ്. വളരെ വിഷമിച്ച് അപ്പു പറയുവാണ്, ജില്ലീസ് ഇരിക്കുന്നത് ആ ഷെൽഫിന്റെ ഏറ്റവും മണ്ടയ്ക്കാണ്, എനിക്കത് ഒരു വിധേന എത്തത്തില്ല, ഇല്ലേ? അപ്പൊ അവിടെ ഒരു അപ്പൊ ഈ ഡയലോഗ് സാഡ്നെസ് എന്ന എക്സ്പ്രഷന് പറ്റിയൊരു ഡയലോഗാണ്. ഇതൊരു സാമ്പിൾ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ വരുന്ന വേറെ ഡയലോഗ്സ് നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കി അത് ഇവിടെ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന സ്റ്റോറിയിൽ ഒരു പ്രൊജക്ട് വർക്ക് ആണുള്ളത്, അതൊന്ന് നോക്കാം. നമുക്കിനി ഈ പ്രൊജക്ട് വർക്ക് ഒന്ന് നോക്കാം. Project work. The story revolves around a poor Bengali Brahmin family in the early years of the 20th century. The father, Harihar, is a priest who is unable to make both ends meet. The mother, Sarbojiya, has the chief responsibility of raising her mischievous daughter Durga and caring Indar, a distant aunt of Harihar. With the arrival of Abu in the family, dramatic moments happen in their daily life. Now, watch the film Padar Panchali and express your views in the space given. ഇനി എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് നോക്കാം. The story revolves around a poor Bengali Brahmin family in the early years of the 20th century. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ ബംഗാളിലെ ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. ആ ബ്രാഹ്മണ കുടുംബത്തിലെ ഫാദറാണ് ഹരിഹർ. The father, Harihar, is a priest. അദ്ദേഹം ഒരു പ്രീസ്റ്റ്, ബ്രാഹ്മണ പൂജാരിയായിരുന്നു. Who is unable to make both ends meet. അദ്ദേഹത്തിന് എന്തിനു കഴിഞ്ഞില്ല? To make both ends meet. Make both ends meet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠിച്ച് ജീവിക്കാൻ ആവശ്യമായ പണം ഉണ്ടാക്കുക എന്നാണ്. അല്ലെങ്കിൽ ജീവിക്കാൻ കഷ്ടിച്ച് മാത്രം പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചുരുങ്ങിയ വരുമാനത്തിൽ കഷ്ടിച്ച് ജീവിക്കുക എന്നാണ് മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞ അർത്ഥം. പക്ഷെ അദ്ദേഹം അൺഎബിൾ ആയിരുന്നു അതിന്. അദ്ദേഹത്തിന് ജീവിക്കാൻ കഷ്ടിച്ച് മാത്രം പണം ഉണ്ടാക്കാൻ പോലും അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞില്ല. ദ മദർ സർബോജിയ, ആ പാവപ്പെട്ട ബംഗാളി ബ്രാഹ്മിൺ ഫാമിലിയെ മദർ ആയിരുന്നു സർബോജിയ. ഹാസ് ദ ചീഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് റേസിംഗ് ഹർ മിസ്ചീവിയസ് ഡോട്ടർ ദുർഗ. സർബോജയുടെ മുഖ്യമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ കുസൃതിയായ മകൾ ദുർഗയെ വളർത്തുക എന്നുള്ളതായിരുന്നു. ആൻഡ് കെയറിങ് ഇൻദർ, അതേപോലെ തന്നെ ഇൻദർ എന്ന് പറയുന്ന ആളെ കെയർ ചെയ്യുക എന്നുള്ളതുമായിരുന്നു സർബോജയുടെ ചീഫ് റെസ്പോൺസിബിലിറ്റി. ഇൻദർ ആരാണ്? എ ഡിസ്റ്റന്റ് ആണ്ട് ഓഫ് ഹരിഹർ. ഹരിഹറിന്റെ ഒരു അകന്ന ഒരു ആന്റിയാണ് ഇൻദർ എന്ന് പറയുന്നത്. വിത്ത് അറൈവൽ ഓഫ് അബു ഇൻ ദ ഫാമിലി, ഡ്രമാറ്റിക് മൊമെന്റ്സ് ഹാപ്പൻ ഇൻ ദ ഡെയിലി ലൈഫ്. അബുവിന്റെ വരവോടുകൂടി അവരുടെ നിത്യജീവിതത്തിൽ ചില നാടകീയമായ നിമിഷങ്ങൾ സംഭവിക്കുന്നു. നൗ വാച്ച് ദ ഫിലിം പദർ പാഞ്ചാലി. ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പദർ പാഞ്ചാലി എന്ന ഫിലിം വാച്ച് ചെയ്യുക. ആൻഡ് എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ ദ സ്പേസ് ഗിവൺ. എന്നിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊജക്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പദർ പാഞ്ചാലി എന്ന ഫിലിം കാണണം. അപ്പൊ അത് ബംഗാളി ഭാഷയിലുള്ള ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾ ആ ഫിലിം വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. അപ്പൊ സബ് ടൈറ്റിൽസ് ഉള്ള അല്ലെങ്കിൽ സബ് ടൈറ്റിൽസ് വെച്ചിട്ട് നിങ്ങൾ
പദർ പാഞ്ചാലി എന്ന ബംഗാളി മൂവി കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുതിർന്നവരുടെ സഹായം തേടാവുന്നതാണ്. അപ്പൊ ആദ്യം അത് കാണുക. അതിനുശേഷം വേണം നിങ്ങളുടെ വ്യൂസ് താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എക്സ്പ്രസ് ചെയ്യാൻ. അതാണ് ഈ പ്രൊജക്റ്റ് വർക്ക്. നമ്മൾ ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പദർ പാഞ്ചാലി എന്ന ഫിലിമിന്റെ ഡയറക്ടറെ പറ്റി ഒന്ന് അറിയണം. നമ്മൾ ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നത് പദർ പാഞ്ചാലി എന്ന ചലച്ചിത്രത്തെ കുറിച്ചാണ്. അപ്പം ഈ ചലച്ചിത്രം ഡയറക്റ്റ് ചെയ്തത്, അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സത്യജിത്ത് റേയാണ്. അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. Satyajit Ray was an Indian film director, scriptwriter, publisher, music composer, film critic, illustrator, and so on. He was one of the greatest filmmakers of the 20th century. Ray was born in Calcutta on 2nd May 1921. He was inspired by cinema, which changed his future. He authored several short stories and novels. These are primarily for young children and teenagers. Ray received many major and noticeable awards in his career. The Government of India honored him with the Bharat Ratna in 1992. He gained a prestigious position over his lifetime. Satyajit Ray was an Indian film director, scriptwriter, publisher, music composer, film critic, illustrator, and so on. സത്യജിത്ത് റേ പല നിലകളിൽ അദ്ദേഹം അത് തന്റെ കഴിവ് കാണിച്ചിട്ടുണ്ട്. അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ, പബ്ലിഷർ, ഡയറക്ടർ എന്നുവേണ്ട വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം തന്റെ കഴിവ് കാണിച്ചിട്ടുണ്ട്. ഹി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഓഫ് ദ 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളായിരുന്നു സത്യജിത്ത് റേ. റേ വാസ് ബോൺ ഇൻ കൽക്കട്ട ഓൺ 2nd May 1921. അദ്ദേഹം 1921 മെയ് 2 കൽക്കട്ടയിലാണ് ജനിച്ചത്. He was inspired by cinema which changed his future. സിനിമ അദ്ദേഹത്തിന്റെ ഭാവി തന്നെ മാറ്റി. He authored several short stories and novels. അദ്ദേഹം ഒത്തിരി ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഒക്കെ ഓതർ ആയിരുന്നു. These are primarily for young children and teenagers. ഈ നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ പ്രധാനമായിട്ടും യങ് ചിൽഡ്രനും കൗമാരക്കാരെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. റേ received many major and noticeable awards in his career. അദ്ദേഹത്തിന് അനേകം അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. The Government of India honored him with the Bharat Ratna in 1992. അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെന്റ് ബഹുമാനിച്ചത് ഭാരത രത്ന 1992 അദ്ദേഹത്തിന് നൽകിക്കൊണ്ടാണ്. He gained a prestigious position over his lifetime. അദ്ദേഹം വളരെ അഭിമാനിക്കത്തക്കതായ പൊസിഷൻ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊജക്ട് വർക്കിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പദർ പാഞ്ചാലി ഇൻ മൈ വ്യൂ. പദർ പാഞ്ചാലി എന്റെ കാഴ്ചപ്പാടിൽ. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ ഫിലിം? എന്താണ് പദർ പാഞ്ചാലി എന്ന ഫിലിമിന്റെ മെയിൻ തീം? The main theme of the film is harsh village life of poor family. Padar Panchali depicts how even poor people can enjoy the little pleasures of the world. നിങ്ങൾ പദർ പാഞ്ചാലി എന്ന മൂവി കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടു കാണുമ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക അതിന്റെ മെയിൻ തീം എന്താണെന്ന്. എന്നിട്ട് നിങ്ങളുടേതായ ഓൺ ആൻസർ എഴുതുക. ഇവിടെ ഞാനൊരു സാമ്പിൾ ആൻസർ എഴുതിയിട്ടുണ്ട്. The main theme of the film is harsh village life of poor family. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ ഗ്രാമീണ ജീവിതമാണ് പദർ പാഞ്ചാലി എന്ന ഫിലിമിന്റെ മെയിൻ തീം. പദർ പാഞ്ചാലി depicts how even poor people can enjoy the little pleasures of the world. പദർ പാഞ്ചാലി എന്ന ഫിലിം എന്താണ് പറയുന്നത്? പാവപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ അവരെങ്ങനെയാണ് അത് എൻജോയ് ചെയ്യുന്നതെന്നാണ് ഈ പദർ പാഞ്ചാലി എന്ന ഫിലിം പറയുന്നത്. ഇനി നമുക്ക് ഈ പ്രൊജക്ട് വർക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ദ അതർ ക്യാരക്ടേഴ്സ് യു സീ ഇൻ ദ ഫിലിം ഹു ആർ നോട്ട് ഇൻ ദ ടെക്സ്റ്റ്? ഈ ടെക്സ്റ്റിൽ കാണാത്ത കുറെ ക്യാരക്ടേഴ്സ് നിങ്ങൾ പദർ പാഞ്ചാലി എന്ന ഈ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം. അവരാരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ
മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന സ്റ്റോറി നമ്മൾ കണ്ടപ്പോൾ അതിനകത്ത് സർബോജയെ കാണുന്നുണ്ട്, പിന്നെ അപു, ദുർഗ, പിന്നെ മിൽക്ക് വിമൻ, ഇവരെയൊക്കെ കാണുന്നുണ്ട്. ഇവര് കൂടാണ്ട് ഈ സിനിമയിൽ ആരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്, ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഈ ടെക്സ്റ്റിൽ കാണാത്ത ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഈ ഒരു ഫിലിമിലുള്ളത്? ഇന്ദർ, ഹരിഹേഴ്സ് ഡിസ്റ്റന്റ് ആണ്ട്. Prasanna, school teacher, and Chiniba, sweet seller are the other characters we see in the film who are not in the text. ഇന്ദർ എന്ന് പറയുന്ന ഹരിഹന്റെ ഒരു ഡിസ്റ്റന്റ് ആണ്ട് ഉണ്ട്. പിന്നെ പ്രസന്ന എന്ന് പറയുന്ന സ്കൂൾ ടീച്ചറിനെ കാണാം. ചിനിബാസ്, സ്വീറ്റ് സെല്ലർ, അബും ദുർഗയൊക്കെ ചിനിബാസിന്റെ പുറകെ ഓടുന്ന സീനൊക്കെ നമുക്ക് കാണാം. ആർ ദ അതർ ക്യാരക്ടേഴ്സ് വി സീ ഇൻ ദ ഫിലിം ഹു ആർ നോട്ട് ഇൻ ദ ടെക്സ്റ്റ്. ആ ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരെയൊന്നും ടെക്സ്റ്റ് നമ്മൾ ഇവരെ ഒന്നും പരിചയപ്പെട്ടില്ല. പക്ഷെ ടെക്സ്റ്റിലുള്ള കഥാപാത്രങ്ങൾ കൂടാണ്ട് നമ്മൾ ഈ ഫിലിമിൽ ഈ കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. നമുക്കിനി പ്രൊജക്ട് വർക്കിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സീൻ ഇൻ ദ ഫിലിം അട്രാക്ട്സ് യു ദ മോസ്റ്റ്? വൈ? ഏത് സീനാണ് ഈ പദർ പാഞ്ചാലി എന്ന ഫിലിമിലെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്? എന്തുകൊണ്ട്? ദുർഗ ആൻഡ് അബു എൻജോയ് മേക്കിംഗ് മാംഗോ പിക്കിൾ അറ്റ് ദി ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ ദ കോർട്ട്യാർഡ്. This scene in Padar Panjali attracts me the most because it shows the little pleasures. ദുർഗ അബുവും കൂടെ അവരുടെ മുറ്റത്തുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീ അടുത്ത് ഇരുന്ന് മാംഗോ പിക്കിള് ഉണ്ടാക്കുന്നു. ആ ഒരു സീനാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഷോസ് ദ ലിറ്റിൽ പ്ലഷേഴ്സ്. അവിടെ നമുക്ക് അവിടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് അവരത് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് നമുക്ക് ആ സീനിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഫിലിമിലെ ഏറ്റവും അട്രാക്ട് ചെയ്ത ഒരു സീൻ ഇതായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രൊജക്ട് വർക്കിന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ എ ഫണ്ണി ഇൻസിഡന്റ് ഇൻ ദ ഫിലിം. ഈ പദർ പാഞ്ചാലി എന്ന ഫിലിമിലെ ഒരു ഫണ്ണി ഇൻസിഡന്റ്, രസകരമായ ഒരു സംഭവം ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫിലിമിൽ അനേകം ഫണ്ണി ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏതാണോ രസകരമായ സംഭവമായിട്ട് തോന്നിയത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാനിവിടെ ഒരു സാമ്പിൾ ആൻസർ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. സർബോജയ ആൻഡ് ഇന്ദർ quarrel each other. Inder makes face at Sarboja and mimics her. Then Inder leaves Harihar's house. This is a funny incident that I identify in the film. സർബോജ ആൻഡ് ഇന്ദർ ക്വാറൽ ഈച്ച് അതർ. സർബോജയും ഇന്ദറും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു. ഇന്ദർ മേക്സ് ഫേസ് അറ്റ് സർബോജ ആൻഡ് മിമിക്സ് ഹർ. എന്നിട്ട് ഇന്ദർ സർബോജയെ കളിയാക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഫേസിൽ കൊണ്ടുവന്നിട്ട് ദെൻ ഇന്ദർ ലീവ്സ് ഹരിഹേഴ്സ് ഹൗസ്. എന്നിട്ട് ഇന്ദർ ഹരിഹറിന്റെ വീട് വിട്ടു പോകുന്നു. ദിസ് ഈസ് എ ഫണ്ണി ഇൻസിഡന്റ് ദാറ്റ് ഐ ഐഡന്റിഫൈ ഇൻ ദ ഫിലിം. ഇതാണ് ഒരു ഫണ്ണി ഇൻസിഡന്റ്, രസകരമായ ഒരു സംഭവം ഞാൻ ഈ പദർ പാഞ്ചാലി എന്ന ഫിലിമിൽ ഐഡന്റിഫൈ ചെയ്തത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ മോസ്റ്റ് ട്രാജിക് ഇവന്റ് ഇൻ ദ ഫിലിം. പദർ പാഞ്ചാലി എന്ന ഫിലിമിലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഇവന്റ് ഏതാണ്? അത് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ മോസ്റ്റ് ട്രാജിക് ഇവന്റ് ഇൻ ദ ഫിലിം ഈസ് ദ ഡെത്ത് ഓഫ് ദുർഗ. One day during the monsoon season, Durga plays in the downpour for too long, catches a cold and develops a high fever. Adequate medical care being unavailable, the fever becomes worse and on a night of incessant rain and gusty winds, she dies. Harihar returns home and starts to show Sarboja the merchandise he has brought from the city. Sarboja, who remains silent, breaks down at the feet of her husband
and Harihar cries out in grief as he discovers that he has lost his daughter. ഇതിലെ ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള ഇവന്റ് ദുർഗയുടെ മരണമാണ്. The most tragic event in the film is the death of Durga. One day during the monsoon season, എങ്ങനെയാണ് ദുർഗ മരിക്കുന്നത്? ഒരു ദിവസം, ഒരു മഴക്കാലത്തിലുള്ള ഒരു ദിവസം, ദുർഗ പ്ലേസ് ഇൻ ദ ഡൗൺ ഫോർ ടു ലോങ്. ദുർഗയാണെങ്കിൽ കനത്ത മഴയില് കുറെ നേരം ആ കനത്ത മഴയിൽ നിന്ന് കളിക്കുകയാണ്. ക്യാച്ചസ് എ കോൾഡ് ആൻഡ് ഡെവലപ്സ് എ ഹൈ ഫീവർ. അങ്ങനെ ജലദോഷവും പിന്നീട് അതൊരു ഹൈ ഫീവർ, കൂടിയ ഡിഗ്രിയിലുള്ള ഒരു പനിയായി മാറി. അഡ്വക്കേറ്റ് മെഡിക്കൽ കെയർ ബീങ് അൺഅവൈലബിൾ. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടിയില്ല, അത് ലഭ്യമായിരുന്നില്ല. ദ ഫീവർ ബിക്കംസ് വേഴ്സ്. അപ്പം ഫീവറിന്റെ അവസ്ഥ മോശമായി. ആൻഡ് ഓൺ എ നൈറ്റ് ഓഫ് incessant rain and gusty winds she dies. അങ്ങനെ ഭയങ്കര മഴയും കാറ്റും ഒക്കെയുള്ള ഒരു രാത്രിയിൽ ദുർഗ മരിക്കുന്നു. Harihar returns home and starts to show Sarboja the merchandise he has brought from the city. ഹരിഹർ വീട്ടിൽ തിരിച്ചു വരുന്നു. സിറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ സർബോജയെ കാണിക്കുകയാണ്. അപ്പം ഈ ദുർഗ മരിച്ചെന്നുള്ള വിവരം ഹരിഹർ അറിയുന്നില്ല. അപ്പൊ സർബോജ ഈ മകള് മരിച്ചതിന്റെ വിഷമത്തിൽ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. സർബോജ ഹു റിമെയിൻസ് സൈലന്റ് ബ്രേക്സ് ഡൗൺ അറ്റ് ദ ഫീറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ്. അപ്പം അവരാണെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് പൊട്ടി കരയുകയാണ്. കാരണം ആ വിഷമം എല്ലാം കൂടെ ഇല്ലേ, മകൾ മരിച്ചതിന്റെ വിഷമം എല്ലാം കൊണ്ട് ആകെ പൊട്ടിപ്പോവുകയാണ്. ആൻഡ് ഹരിഹർ ക്രൈസ് ഔട്ട് in grief as he discovers that he has lost his daughter. ഹരിഹറും കരയുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് ദുർഗയെ നഷ്ടപ്പെട്ടു, തന്റെ മകളെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് ഹരിഹറും കരയുന്നു. ഈ ഒരു സീൻ, ഈ ഒരു ഇവന്റ് ആണ് ഈ ഒരു ഫിലിമിലെ ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള ഇവന്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രൊജക്ട് വർക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ ഫിലിം പദർ പാഞ്ചാലി. പദർ പാഞ്ചാലി എന്ന ചലച്ചിത്രത്തിന് ഒരു അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ്. നിങ്ങളപ്പം ഈ പദർ പാഞ്ചാലി എന്ന ചലച്ചിത്രത്തിന് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതണം. ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിന് ചില എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ എഴുതാൻ. എന്തൊക്കെ എലമെന്റ്സ് ആണ് വേണ്ടത്? ആദ്യം വേണ്ട എലമെന്റ് ആണ് ഇൻട്രൊഡക്ഷൻ. അതൊരു പാരഗ്രാഫിൽ നമുക്ക് എഴുതണം. അടുത്ത പാരഗ്രാഫിൽ തീം, അതാണ് രണ്ടാമത്തെ എലമെന്റ്, അത് എഴുതണം. മൂന്നാമത്തെ പാരഗ്രാഫില് അവർ വ്യൂസ്, ഈ സിനിമയെ പറ്റി കണ്ടതിന് ശേഷം അതേപ്പറ്റി നമുക്ക് ഉള്ള വ്യൂസ്, നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് ആ തേർഡ് പാരഗ്രാഫിൽ എഴുതുന്നത്. ഇത്രയും 3 എലമെന്റ്സ് ആണ് ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ടൈറ്റിൽ എഴുതണം, ഈ ചലച്ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതണം, പിന്നെ ഡയറക്ടർ ആരാന്നുള്ള എഴുതണം, ഏത് ടൈപ്പ് ചലച്ചിത്രമാണെന്നുള്ള എഴുതണം, പിന്നെ ലാംഗ്വേജ്. ഇവിടെ പദർ പാഞ്ചാലിക്കകത്ത് നമ്മൾ കണ്ടു റൂറൽ ലൈഫിലെ കൊളോക്കിയൽ ഡയലക്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഏത് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതണം. അടുത്ത പാരഗ്രാഫിൽ തീമും സമ്മറിയുമാണ് നമ്മൾ എഴുതേണ്ടത്. പദർ പാഞ്ചാലിയുടെ തീം എന്താണെന്ന് നമ്മൾ കണ്ടു, പിന്നെ അതിന്റെ ഒരു സമ്മറിയും കൂടെ നമ്മൾ എഴുതണം. തേർഡ് പാരഗ്രാഫിൽ അവർ വ്യൂ, നമ്മുടെ കാഴ്ചപ്പാട്, ഈ ചലച്ചിത്രത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ എഴുതണം. അതിനകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻസ് ഒക്കെ, ഡയലോഗ്സ് ഒക്കെ നമുക്ക് എഴുതാം. അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് എഴുതാം. പിന്നെ നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ള എഴുതാം. പിന്നെ കണ്ടംപററി റെലവൻസ്, അതായത് ആനുകാലിക പ്രസക്തി, കണ്ടംപററി റെലവൻസ് ഒക്കെ ഇതിനകത്ത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് ഒരു അപ്രീസിയേഷൻ എഴുതുന്നത്, ഒരു ആസ്വാദനക്കുറിപ്പ് നമ്മൾ എഴുതുന്നത്.
ഇവിടെ ഒരു ചലച്ചിത്രം ആയതുകൊണ്ട് ചലച്ചിത്രത്തിന്റെ അപ്രീസിയേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. അപ്പം അതിന് ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഘടകമാണ് ഈ ഒരു സിനിമ ഈ ഒരു ചലച്ചിത്രം കാണുക എന്നുള്ളത്. കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു അപ്രീസിയേഷൻ എഴുതേണ്ടത്. അതിന്റെ ഡയറക്ടറെ പറ്റി അറിയുക. അതിനുശേഷം നിങ്ങൾ നല്ലൊരു അപ്രീസിയേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. വലിയ ക്ലാസ്സിലോട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കവിതയുടെ അപ്രീസിയേഷൻ ആയിരിക്കും എഴുതേണ്ടത്. അപ്പം അത് എഴുതണം. ഇവിടെ നമുക്കൊരു ചലച്ചിത്രത്തിന്റെ അപ്രീസിയേഷൻ ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പാഞ്ചാലി കണ്ടതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാം. ഇവിടെ ഞാനൊരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. The film Padar Panchali is a 1955 Indian Bengali drama film written and directed by Satyajit Ray. The film is produced by the government of West Bengal. It is based on Vibhuti Bhushan Bandyopadhyay's Bengali novel of the same name. This film is Ray's directorial debut. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. The film Padar Panchali is a 1955 Indian Bengali drama film written and directed by Satyajit Ray. ഈ പദർ പാഞ്ചാലി എന്ന ഈ ചലച്ചിത്രം 1955 ഒരു ഇന്ത്യൻ ബംഗാളി ഡ്രാമ ഫിലിമാണ്. ഇത് എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും സത്യജിത് റേ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. The film is produced by the government of West Bengal. ഈ ചലച്ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ ഗവൺമെന്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വിഭൂതി ഭൂഷൺ ബന്ദ്യോപാധ്യായ's ബംഗാളി നോവൽ ഓഫ് ദ സെയിം നെയിം. വിഭൂതി ഭൂഷന്റെ ഒരു ബംഗാളി നോവലാണ് പദർ പാഞ്ചാലി. അതേ പേരിൽ തന്നെയാണ് ആ നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് അതേ പേരിൽ തന്നെയാണ് ബംഗാളി ഭാഷയിൽ ഈ പദർ പാഞ്ചാലി എന്ന ചലച്ചിത്രം നിർമ്മിച്ചത്. ദിസ് ഫിലിം ഈസ് റേസ് ഡയറക്ടോറിയൽ ഡെബ്യൂ. ഈ ഒരു പദർ പാഞ്ചാലി എന്ന സിനിമ റേയുടെ സംവിധാനത്തിലെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു ചലച്ചിത്രമാണ് ഈ പദർ പാഞ്ചാലി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയും എന്താണ് ഇതിന്റെ തീം എന്ന് നോക്കാം. The film depicts the childhood of Abu and his elder sister Durga and the harsh village life of their poor family. It also showcases the love and care among the family members. അപ്പം ഇതിന്റെ ഈ ചലച്ചിത്രത്തിന്റെ തീം എന്ന് പറയുന്നത് അബുവും അവന്റെ മൂത്ത സഹോദരി ദുർഗയുടെയും ബാല്യകാലവും പിന്നെ ദരിദ്ര കുടുംബത്തിലെ വളരെ കഠിനമേറിയ അവരുടെ ഗ്രാമീണ ജീവിതവും. ഒരു ദരിദ്ര കുടുംബത്തിൽ അവരുടെ കുടുംബം ഒരു ദരിദ്ര കുടുംബമായിരുന്നു. ലാബുവിന്റെയും ദുർഗയുടെയും കുടുംബം ഒരു ദരിദ്ര കുടുംബമായിരുന്നു. അത് മാത്രമല്ല ഒരു ഗ്രാമീണ അവരുടെ ലൈഫ് ഒരു ഗ്രാമീണ ജീവിതമായിരുന്നു. അവിടെ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതാണ് ഈ ഒരു പദർ പാഞ്ചാലി എന്ന് പറയുന്ന ചലച്ചിത്രത്തിന്റെ തീം. ഇറ്റ് ഓൾസോ ഷോകേസസ് ദ ലവ് ആൻഡ് കെയർ അമംഗ് ദ ഫാമിലി മെമ്പേഴ്സ്. ഇത് എന്തും കൂടാണ് ഈ ഒരു പദർ പാഞ്ചാലി എന്ന ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത്. സ്നേഹവും കെയറും അല്ലെ, ഫാമിലി മെമ്പേഴ്സിന്റെ, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കെയറും സ്നേഹവും ഒക്കെയും കൂടെ ഈ ഒരു ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്.
The film touched me a lot and I love it. ഈ ഫിലിം എന്നെ വളരെയധികം ടച്ച് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചലച്ചിത്രം. അതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാരഗ്രാഫ്. ഇതാണ് ഒരു ചലച്ചിത്രത്തിന്റെ അപ്രീസിയേഷൻ. പദപാഞ്ചാലി എന്ന് പറയുന്ന ചലച്ചിത്രത്തിന്റെ അപ്രീസിയേഷൻ, ഒരു ആസ്വാദനക്കുറിപ്പ്. ഇനി നമുക്ക് ഈ യൂണിറ്റ് എത്രത്തോളം നിങ്ങൾ പഠിച്ചു, എത്രത്തോളം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതിനകത്ത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഈ യൂണിറ്റിന്റെ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ്. ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഓരോരോ ലെസണിലായിട്ട് നമ്മൾ ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തു, പഠിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി, നിങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട് എത്രത്തോളം ഏബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഇനിയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചെക്ക് ലിസ്റ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐ ക്യാൻ, എനിക്ക് കഴിയും, ഇല്ലേ? ഏതൊക്കെ കാര്യങ്ങളാണെന്നും പറഞ്ഞ് കുറെ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഓരോ കാര്യങ്ങളും ഐ ക്യാൻ ഡു ഇറ്റ് വെൽ, എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത കോളത്തിൽ ഐ ക്യാൻ ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റും. ഐ നീഡ് ഇംപ്രൂവ്മെന്റ്, എനിക്ക് ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നെന്നുള്ളത് അവിടെ നിങ്ങൾ ടിക്ക് ഇടുകയോ യെസ് എന്ന് എഴുതുകയോ ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോ എന്തൊക്കെ കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഇത് പറഞ്ഞിരിക്കുന്നത് ഐ ക്യാൻ റീഡ് ആൻഡ് എൻജോയ് സിമ്പിൾ സ്റ്റോറീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എസെൻഷ്യൽ എലമെന്റ്സ് ഇൻ എ ഷോർട്ട് സ്റ്റോറി. എനിക്ക് സിമ്പിൾ സ്റ്റോറീസ്, ലളിതമായ കഥകൾ വായിക്കാനും എൻജോയ് ചെയ്യാനും കഴിയുമോ? ഐ ക്യാൻ ഡു ഇറ്റ് വെൽ എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ യെസ് എന്ന് അവിടെ ഇടണം, അല്ലെങ്കിൽ ടിക്ക് അവിടെ ഇടണം. ഐ ക്യാൻ ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ് ആണെങ്കിൽ അവിടെ യെസ് എന്നോ അല്ലെങ്കിൽ ടിക്കോ ഇടണം. ഐ നീഡ് ഇംപ്രൂവ്മെന്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോളത്തിൽ നിങ്ങൾ യെസ് എന്നോ അല്ലെങ്കിൽ ടിക്ക് ഇടുക എന്താന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എസെൻഷ്യൽ എലമെന്റ്സ് ഇൻ എ ഷോർട്ട് സ്റ്റോറി, എനിക്ക് ഒരു ചെറുകഥയിലെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ആൻസർ എന്താന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതണം. റൈറ്റ് ഡയലോഗ്സ് അക്കോർഡിംഗ് ടു ദ ഗിവൺ സിറ്റുവേഷൻസ്. ഐ ക്യാൻ റൈറ്റ് ഡയലോഗ്സ് അക്കോർഡിംഗ് ടു ദ ഗിവൺ സിറ്റുവേഷൻ. എനിക്ക് ഡയലോഗ്സ് തന്നിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് എഴുതാൻ കഴിയും. അപ്പൊ അതിനകത്ത് ഏത് കോളത്തിലാണ് നിങ്ങളുടെ ആൻസർ വരുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അതിനുശേഷം ആ 3 കോളം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് കോളത്തിലാണ് നിങ്ങളുടെ ലെവൽ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ യെസ് എന്നോ ഒന്ന് എഴുതാം, അല്ലെങ്കിൽ ടിക്ക് ഇടാം. പിന്നെ ഐ ക്യാൻ ഡെവലപ്പ് എ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഇൻ ദ സ്റ്റോറി. എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കഴിയും, അല്ലേ? തന്നിരിക്കുന്ന പിക്ചേഴ്സ്, ആ സ്റ്റോറിയുടെ പിക്ചർ നോക്കിയിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കഴിയും എന്നുണ്ടെങ്കിൽ അല്ലെ നിങ്ങളുടെ ലെവൽ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ അത് മാർക്ക് ചെയ്യുക. ഐ ക്യാൻ റീഡ്, എൻജോയ് ആൻഡ് അപ്രീഷിയേറ്റ് പോംസ്. അല്ലെ, നമ്മൾ ഒരു കവിത പഠിച്ചിരുന്നു, ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ. അതിനകത്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കവിത നന്നായിട്ട് റീഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ലെവൽ ഏത് കോളത്തിലാണോ വരുന്നത് അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഐ ക്യാൻ ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ആൻഡ് യൂസസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സും യൂസസും ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അപ്രോപ്രിയേറ്റ് കോളത്തിൽ മാർക്ക് ചെയ്യുക. ഐ ക്യാൻ ഡു വൊക്കാബുലറി ആക്ടിവിറ്റീസ് ഓൺ മൈ ഓൺ. എനിക്ക് വൊക്കാബുലറി ആക്ടിവിറ്റീസ് തന്നെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ് വെൽ എന്നുള്ളിടത്ത് ടിക്ക് കൊടുക്കുക, അല്ല അവിടെ മാർക്ക് ചെയ്യുക. ഐ ക്യാൻ ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് ഇംപ്രൂവ്മെന്റ് വേണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുക. ഐ ക്യാൻ ഡു ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ഓൺ മൈ ഓൺ. എനിക്ക് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് തന്നെ ചെയ്യാൻ പറ്റും. അവിടെ ഏതാന്ന് നിങ്ങളുടെ ലെവൽ അത് മാർക്ക് ചെയ്യുക. ഐ ക്യാൻ ഫെമിലിയറൈസ് ദ സ്റ്റൈൽ ഓഫ് സെൻഡിങ് ഷോർട്ട് മെസ്സേജസ്. ഇല്ലേ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ അറിയാം, ഇല്ല അതുമായിട്ട് ഞാൻ ഫെമിലിയറൈസ് ആണെന്നുണ്ടെങ്കിൽ
ഐ ക്യാൻ ഡു ഇറ്റ് വെൽ അങ്ങനെ നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ലെവലാണോ നിങ്ങളുടെ എന്നുള്ളത് അതനുസരിച്ച് ടിക്ക് ചെയ്യുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഫിലിംസ് ആൻഡ് റൈറ്റ് അപ്രീസിയേഷൻസ് അബൌട്ട് ദം. എനിക്ക് ഫിലിം അല്ലേ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഫിലിമിന്റെ ഒക്കെ അപ്രീസിയേഷൻ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏത് ലെവലാണ് നിങ്ങൾ അതനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾ അത് മാർക്ക് ചെയ്യുക അവിടെ. ഐ ക്യാൻ ഐഡന്റിഫൈ ദ എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി അല്ലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിന്റെ എക്സ്പ്രഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ല. അതാണെങ്കിൽ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന ആ ഒരു സ്റ്റോറി നമ്മൾ കണ്ടപ്പോൾ അതിനകത്ത് ഒരു ആക്ടിവിറ്റി ആയിരുന്നത്. അത്രത്തോളം നിങ്ങൾ അതിനകത്ത് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് ഏബിൾ ആണ് എന്നത് നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ യൂണിറ്റ് എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ് കാണിക്കുന്നത്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് നിങ്ങൾ ഡെവലപ്പ് ആയോ എന്നുള്ളതാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യുക. ഈ ആക്ടിവിറ്റീസും ലെറ്റ്സ് റിവിസിറ്റ് ദ സ്റ്റോറിയും പ്രൊജക്ട് വർക്കും ഒക്കെ വീണ്ടും വീണ്ടും ചെയ്യുക. വീണ്ടും വീണ്ടും വീഡിയോസ് കാണുക, വീണ്ടും വീണ്ടും ടെക്സ്റ്റ് വായിക്കുക. എന്നിട്ട് നിങ്ങൾ ലാംഗ്വേജ് നല്ല സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതോടെ റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റ് 1-ലെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന ലെസൺ നമ്മൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും ലേൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോസ് കാണുക, നന്നായി ടെക്സ്റ്റ് വായിക്കുക. SNE വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതുവഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവർക്കും കൂടെ പ്രയോജനകരമാവട്ടെ. ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് SNE വ്ലോഗ്സ്. നമ്മൾ പ്രൊജക്ട് വർക്കിനകത്ത് ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, അതൊരു ടൈപ്പിംഗ് എററാണ്. നിങ്ങളത് നോട്ട് എഴുതിയെടുക്കുമ്പോൾ അനുയോജ്യമായ രീതിയിൽ ക്യാപിറ്റലും സ്മോൾ ലെറ്റേഴ്സും അങ്ങനെ വേണം അത് എഴുതിയെടുക്കാൻ. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ക്യാപിറ്റലും വേണ്ടടുത്ത് ക്യാപിറ്റലും സ്മോൾ വേണ്ടടുത്ത് സ്മോൾ ലെറ്ററും ആണല്ലോ എഴുതാറുള്ളത്. ആ രീതിയിൽ വേണം നോട്ട് എഴുതുമ്പോൾ എഴുതാൻ. അതൊരു ടൈപ്പിംഗ് എറർ കൊണ്ട് അങ്ങനെ ഫുൾ ക്യാപിറ്റൽ ആയി പോയതാണ്.